എല്ലാവരെയും കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് കംപ്ലയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരെല്ലാവരും ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ തന്നെ കൂടുതൽ MCQ പ്രാക്ടീസും നമ്മുടെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്, അത് കാണുക. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി, അതായത് മോഡൽ എക്സാമിൻ്റെ മോഡലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. സമയമുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കുക, വാട്ട് മാൻഡേറ്ററി പ്രാക്ടീസ് ഡിഡ് ദ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ്ഡ് സർട്ടൻ കമ്പനീസ് റിഗാർഡിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് സംബന്ധിച്ച് 2013 എന്തൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ CSRമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്പെൻഡിങ്ങിനെ കുറിച്ചല്ലേ, ഒരു നിശ്ചിത പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് 2013 കമ്പനീസ് ആക്ടിൽ CSR ആയിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ CSR വരിക. ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്പെൻഡിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വിച്ച് എൻറ്റിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് കോംപ്ലക്സ് കോർപ്പറേറ്റ് ഫ്രോഡ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫ്രോഡുകൾ, അത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കാൻ വേണ്ടി 2013 കമ്പനീസ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ആ ഒരു ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് SFI ആണല്ലേ. SFIയുടെ ഫുൾ ഫോം ഓർത്തിരുന്നോണം, ദ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നുള്ളതാണ് അല്ലേ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് SFI. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കുക, മാൻഡേറ്ററി റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് കുറേ കാലം കൂടുമ്പോൾ മാൻഡേറ്ററി നിർബന്ധമായിട്ടും റൊട്ടേറ്റ് ചെയ്യണം, മാറണം, ഓക്കെ ശരിയാണ്. റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. എലിമിനേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഒഴിവാക്കണം എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അല്ലേ, എലിമിനേഷൻ അല്ല. എൻഹാൻസ്ഡ് ഡിസ്ക്ലോഷർ നോംസ് ഒക്കെ അത് കറക്റ്റാണ്, അതുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഏതാണ്, നോട്ട് എ ഫീച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എലിമിനേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ആണ് അല്ലേ. Then what is a significant change introduced by Companies Act 2013 regarding auditors? ഓഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മാൻഡേറ്ററി റൊട്ടേഷനാണ്, നമ്മൾ കുറച്ചൊന്നും പറഞ്ഞു, മാൻഡേറ്ററി റൊട്ടേഷനാണ് കറക്റ്റായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ബാക്കിയൊന്നും ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, അല്ലെങ്കിൽ 2013 കമ്പനീസ് ആക്ട് പറയുന്നതല്ല. Then what role does the NCLT play in insolvency proceedings? ഇൻസോൾവൻസി പ്രൊസീഡിങ്സിൽ NCLT എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. NCLT പ്രൊസീഡിങ്സിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് അഡ്ജുഡിക്കേറ്റ്സ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കേസസ് അല്ലേ. ബാങ്ക്രപ്സി കേസസ് അല്ലെങ്കിൽ ഇൻസോൾവൻസി കേസസ്. ഇൻസോൾവൻസി കമ്പനി പാപ്പരാവുക അല്ലെങ്കിൽ അത് ഇൻസോൾവൻസിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ, ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അല്ലേ, പാപ്പരത്വം. അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ആ ഒരു കമ്മീഷനാണ് NCLT എന്ന് പറയുന്നത് അല്ലേ. NCLT എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫുൾ ഫോം ഓർത്തിരുന്നോണം, നാഷണൽ കമ്പനി ലോ ബോർഡ് എന്നാണ് അല്ലേ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്, ലോ ബോർഡല്ല, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നുള്ളതാണ് NCLTയുടെ ഫുൾ ഫോം. ദെൻ മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ബി ഹെൽഡ് അറ്റ്ലീസ്റ്റ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഒരു വർഷം എത്ര തവണയെങ്കിലും കൂടണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 4 ടൈംസ് അല്ലേ, 4 പ്രാവശ്യമെങ്കിലും കൂടണം എന്നുള്ളതാണ് നിയമം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിൻ്റെ മീറ്റിംഗ് 4 പ്രാവശ്യമെങ്കിലും ഒരു വർഷം കൂടേണ്ടതാണ്. ദെൻ ഒരു പ്രോക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഏജന്റ് ഓഫ് ദി ഷെയർ ഹോൾഡർ ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മെമ്പർ അയച്ചിരിക്കുന്ന ഏജന്റ് അല്ലേ, അത് കറക്റ്റാണ്. ഡോക്യുമെന്റ് ഓതറൈസിങ് എ പേഴ്സൺ ടു അറ്റൻഡ് എ കമ്പനി മീറ്റിംഗ്. നമുക്ക് പ്രോക്സിക്ക് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 അർത്ഥങ്ങളുണ്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഒന്ന് അതൊരു ഏജന്റ് ആകാം, മറ്റൊന്ന് ഈ പ്രോക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡോക്യുമെന്റ് ആയിട്ടും അല്ലെങ്കിൽ ലെറ്റർ, ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഓതറൈസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആയിട്ടും നമ്മൾ പ്രോക്സി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് A ഓൺലി എന്നുള്ളത് തോന്നാം, ഡോക്യുമെൻ്റ് എല്ലാം തോന്നാം, അത് തെറ്റാണ്. നമുക്ക് Aയും B ആണല്ലേ, ബോത്ത് A ആൻഡ് B എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. ഇതിനടുത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൈമർലി ഗവേൺ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തിനെയാണ് പ്രധാനമായിട്ടും നിയന്ത്രിക്കുക എന്നുള്ളതാണ്, കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനാണ് അല്ലേ. കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ. കമ്പനിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കമ്പനിയുടെ മെമ്മോറാണ്ടം അസോസിയേഷനാണ് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ് കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് അൾട്രാ വയസ് ആക്ട്. അൾട്രാ വയസ് ആക്ട് ആണെങ്കിൽ, അതായത് കമ്പനിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യമാണ് കമ്പനി ചെയ്തിരിക്കുന്നതെങ്കിൽ താഴെ പറയുന്ന എന്ത് കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അനന്തരഫലമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് ബൈൻഡിങ് ഓൺ ദി കമ്പനി. അത് തെറ്റാണല്ലേ, കമ്പനിക്ക് അത് വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. ഇറ്റ് ക്യാൻ ബി റാറ്റിഫൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അത് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് റാറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് കനോട്ട് ബി റാറ്റിഫൈഡ്. അത് നമുക്ക് ലീഗലി നിലനിൽക്കുന്നതല്ല അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള കാര്യമല്ല,
അതുകൊണ്ട് നമുക്കതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല, അല്ലേ? അത് റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്സ് ദ കമ്പനി ഡിസൊല്യൂഷനിലേക്ക് നയിക്കുന്നു. അത് തെറ്റാണ്. ഇത് വോയിഡാണ്, ഒപ്പം തന്നെ അത് റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ടൈപ്സ് ഓഫ് ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് ബൈ കമ്പനി അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് പ്രകാരം താഴെ പറയുന്നത് ഏത് ടൈപ്പ് ഷെയറുകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. നമുക്ക് ബെയറർ ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, അല്ലേ? ബെയറർ ഷെയർസ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാതെ അത് ഷെയറുകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ടൈപ്പ് ഷെയറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷെയറുകൾ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. Then which of the following statements about the transfer of shares in a private company is correct? പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഷെയർ ട്രാൻസ്ഫർ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. അത് തെറ്റാണ്, അല്ലേ? പ്രൈവറ്റ് കമ്പനിയിലെ ഷെയറുകൾ ട്രാൻസ്ഫറബിൾ അല്ല നോർമലി. ദെൻ ഷെയർസ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻസ്. അതായത് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ പല റെസ്ട്രിക്ഷൻസിനും വിധേയമായിട്ട് മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലേ? നോർമൽ കേസിൽ അത് ട്രാൻസ്ഫറബിൾ അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആണ് അതിൻ്റെ ട്രാൻസ്ഫർ സാധിക്കുള്ളൂ, അല്ലേ? ഷെയർസ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. തെറ്റാണ്. ഷെയർസ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ റിസീവിംഗ് അപ്രൂവൽ ഫ്രം രജിസ്റ്റർ ഓഫ് കമ്പനീസ്. അങ്ങനെയൊന്നുമല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ നമുക്ക് കൃത്യമായിട്ട് ആവശ്യമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവലൊക്കെ കൂടിയിട്ട് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ പാസ്സാക്കിയിട്ട് മാത്രം നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. What is the maximum number of members allowed in a private company under the Companies Act 2013? 2013 മാക്സിമം നമ്പർ ഓഫ്, അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എത്ര മാക്സിമം അംഗങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ്, അല്ലേ? പ്രൈവറ്റ് കമ്പനിയിലെ അംഗങ്ങൾ മാക്സിമം 200 ആണ്, അല്ലേ? 2013 ഉണ്ടായ ഒരു മാറ്റമാണ്. മാക്സിമം 200 അംഗങ്ങൾ വരെ നമുക്ക് പ്രൈവറ്റ് കമ്പനിയിലുണ്ടാകാം. ഒരു പബ്ലിക് കമ്പനിയാണെങ്കിൽ മാക്സിമം ലിമിറ്റ് ഇല്ല, അല്ലേ? Then what is the minimum paid up share capital required for a company to mandatorily appoint a all-time company secretary under the Companies Act 2013? അപ്പോൾ ഒരു ഹോൾ-ടൈം സെക്രട്ടറി, അല്ലേ? ഒരു മുഴുവൻ സമയം കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് ഇത്ര മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനികൾക്ക് ഒരു മുഴുവൻ സമയം കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യണമെന്ന് കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. ആ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ എത്ര എമൗണ്ട് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? 10 crore ആണ്, അല്ലേ? 10 crore ഉള്ള കമ്പനികൾ ഒരു ഫുൾ ടൈം സെക്രട്ടറി ഉണ്ടായിരിക്കണം. Then corporate governance insists the managers to look after the interest of corporate governance. അതായത് മാനേജേഴ്സിന് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്, നിർബന്ധിക്കുന്നത്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയാണ്, അല്ലേ? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയാണ്. അതായത് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കണക്ട് ചെയ്ത് നിൽക്കുന്ന ക്രെഡിറ്റേഴ്സ്, സപ്ലൈസ്, ബാങ്കേഴ്സ്, അങ്ങനെ കമ്പനിയിൽ താല്പര്യമുള്ള എല്ലാ ആളുകളെയും അതിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഉദ്ദേശിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഭരണ നിർവഹണമാണല്ലേ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇസ് നോട്ട് എ റിക്വസിറ്റ് ഫോർ എ വാലിഡ് മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു വാലിഡ് ആയിട്ടുള്ള മീറ്റിങ്ങിന് താഴെ പറയുന്നതിൽ ഏതാണ് ആവശ്യമില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? പ്രോപ്പർ നോട്ടീസ് വേണം, അജണ്ട വേണം, അല്ലേ? ക്വാറം തികയണം, അല്ലേ? ക്വാറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, മിനിമം നമ്പർ ഓഫ് പീപ്പിൾ ടു ബി പ്രസൻറ്റ് അറ്റ് ദി മീറ്റിംഗ് ഇൻ ഓർഡർ ടു മേക്ക് ദ മീറ്റിംഗ് എ വാലിഡ് മീറ്റിംഗ്, അല്ലേ? ഒരു മീറ്റിംഗ് വാലിഡ് ആണെങ്കിൽ മിനിമം ആളുകൾ അതിൽ പങ്കെടുക്കണം. ആ ആളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ക്വാറം എന്ന് പറയുന്നത്. അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതിന് ആ ഒരു എന്തൊക്കെയാണ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് അജണ്ട എന്ന് പറയുന്നത്, അല്ലേ? ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്കഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളത്. പ്രോപ്പർ നോട്ടീസ് എന്ന് വെച്ചാൽ മീറ്റിങ്ങിലുള്ള നോട്ടീസാണ്. അപ്പോൾ അത് കറക്റ്റാണ്, ഇതെല്ലാം കറക്റ്റാണ്. കൺസെൻറ്റ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കൺസെൻറ്റ് നമുക്ക് ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ, ഡി. വാലിഡ് മീറ്റിങ്ങിന് ആവശ്യമില്ലാത്തത് അതാണ്. പിന്നെ 16 നോക്കുക. എ ഡിബഞ്ചർ ഈസ് ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഇൻ ദി കമ്പനി സെക്യൂരിറ്റി. കമ്പനി സെക്യൂരിറ്റി ഷെയർ അല്ല, അല്ലേ? അത് ഷെയർ ഇക്വിറ്റി ആണ്. ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ അല്ല, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലേ? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിബഞ്ചർ എന്ന് വെച്ചാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ലിക്വിഡേറ്റർ ഈസ് ടു. ലിക്വിഡേറ്ററുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനേജ് ദ കമ്പനീസ് അഫയേഴ്സ്, കമ്പനിയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതല്ല. മാക്സിമൈസ് ദ റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കുക, അത് കൂട്ടുക എന്നുള്ളതല്ല. ഡിസ്ട്രിബ്യൂട്ട് ദ കമ്പനീസ് അസറ്റ്സ് എമംഗ് ക്രെഡിറ്റേഴ്സ്, അല്ലേ? അതായത് ഒരു കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുമ്പോൾ, കമ്പനി അടച്ചു കൂട്ടുമ്പോൾ കമ്പനിയുടെ അസറ്റ്സ് എല്ലാം അത് ഡിസ്പോസ് ചെയ്ത് അത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലിക്വിഡേറ്ററുടെ പ്രൈമറി ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ആൻഡ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ലിക്വിഡേഷൻ സമയത്ത് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്, അല്ലേ? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഹൗ ലോങ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദി മീറ്റിംഗ് മസ്റ്റ് എ പ്രോക്സി ഫോം ബി സബ്മിറ്റഡ് അറ്റ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ടു ബി എഫക്റ്റീവ്? ഒരു മീറ്റിംഗ് തുടങ്ങിയതിന് എത്ര നാൾ മുമ്പ് നമ്മൾ ഒരു പ്രോക്സി ഫോം,
രജിസ്ട്രേഡ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രോക്സി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രോക്സി ഫോം, അത് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫോം എത്ര ദിവസം മുമ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 48 അവേഴ്സിനുള്ളിലാണ് അല്ലേ, 48 മണിക്കൂറിനുള്ളിൽ തന്നെ, മീറ്റിംഗ് തുടങ്ങുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ പ്രോക്സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ലോങ് ബിഫോർ ദ കമൻസ്മെൻ്റ് ആണല്ലേ, അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിന് 48 മണിക്കൂറിന് മുമ്പാണ് കേട്ടോ, 48 മണിക്കൂറിനുള്ളിലല്ല, 48 മണിക്കൂറിന് മുമ്പ് അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഹു ക്യാൻ ആക്ട് ആസ് എ പ്രോക്സി അക്കോർഡിംഗ് ടു ദ റൂൾസ് മെൻഷൻഡ്. റൂൾസ് പ്രകാരം ആർക്കാണ് പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രോക്സി ആയിട്ട് ആരെ നിയമിക്കുക എന്നുള്ളതാണ്. ഓൺലി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. അത് തെറ്റാണ്. മെമ്പേഴ്സിന് മാത്രമല്ല, നമുക്ക് നോൺ മെമ്പേഴ്സിനും പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. അത് ഉത്തരം സി ആണ്. എനി പേഴ്സൺ മെമ്പർ ഓർ നോൺ മെമ്പർ അല്ലേ. എ പ്രോക്സി നീഡ് നോട്ട് ബി എ മെമ്പർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് മെമ്പർ ആവണമെന്നില്ല, നോൺ മെമ്പർക്കും പ്രോക്സി ആയിട്ട് മാറാവുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ക്യാൻ റെപ്രസെൻറ്റ് എ പ്രോക്സി. ഒരു എത്ര ആളുകൾക്ക് പ്രോക്സിയെ അപ്പോയിൻറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എ പേഴ്സൺ ക്യാൻ റെപ്രസെൻറ്റ് ആസ് പ്രോക്സി അല്ലേ. അത് എത്ര മെമ്പേഴ്സിന് ഒരു പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരാൾക്ക് എത്ര മെമ്പേഴ്സിന് വേണ്ടി പ്രോക്സി ആകാം എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഒറ്റ പ്രോക്സി വന്നു, അത് എത്ര ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് മാക്സിമം നമുക്ക് 50 മെമ്പേഴ്സിന് വരെ ഒരു പ്രോക്സി മതിയാവും അല്ലേ, ഒറ്റ പ്രോക്സി മതിയാവും. Then if a person holds more than 10% of the total share capital with voting right, how many person can they be appointed as proxy അല്ലേ. ഒരാൾ 10% കൂടുതൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കും മാക്സിമം അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോക്സിയുടെ എണ്ണം എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ ആണ് അല്ലേ, 1 പേഴ്സൺ ആണ്. നമ്മൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 1 പേഴ്സൺ എന്നുള്ളത്. ദെൻ അടുത്ത പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്, നോക്കുക. Assertion: a public limited company can invite the general public to subscribe to its share. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആർ റിക്വയർഡ് ടു ഹാവ് എ മിനിമം ഓഫ് 7 മെമ്പേഴ്സ് ആൻഡ് നോ മാക്സിമം ലിമിറ്റ് ഓഫ് മെമ്പേഴ്സ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മിനിമം 7 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, മാക്സിമം ലിമിറ്റ് ഇല്ല അല്ലേ. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, രണ്ടും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ. രണ്ടും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത് നമുക്ക് കൊടുക്കാം അല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ റീഫണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ ലിമിറ്റഡ് കമ്പനി പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് കമ്പനി പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, LLPs പ്രൊവൈഡ് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ ടു ദെയർ പാർട്ണേഴ്സ്. ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ, അതായത് അവർ പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. ഇത്തരത്തിലുള്ള പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. LLPയിൽ സാധാരണ പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് അല്ലേ. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അത് കറക്റ്റാണ്. LLP കനോട്ട് റേസ് ഫണ്ട്സ് ഫ്രം ദി പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, അത് ശരിയാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി പാർട്ണേഴ്സ് ഇൻ LLP മസ്റ്റ് ബി ആൻ ഇന്ത്യൻ റെസിഡൻറ്റ്. LLPയിൽ ഒരു പാർട്ണറെങ്കിലും ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം അല്ലേ, അതും ശരിയാണല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത്? 1, 2 ആൻഡ് 3 ആണ് ശരിയാണല്ലേ. അപ്പോൾ സി ആണ്, 1, 2 ആൻഡ് 3 ആണ് ശരി. LLPs are required to hold annual general meeting. ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കണം നിർബന്ധമില്ല അല്ലേ. Then evaluate the correctness of the statement about the National Company Law Tribunal. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, അതുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. NCLT adjudicates issues relating to company law. കമ്പനി ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് NCLT ആണ്, ശരിയാണ്. അടുത്ത നമുക്ക് NCLT ഹിയേഴ്സ് അപ്പീൽസ് അഗൈൻസ്റ്റ് ഡിസിഷൻ ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. CCIയുടെ ഡിസിഷനെതിരെയുള്ള അപ്പീലുകൾ സ്വീകരിക്കുന്ന NCLT ആണെന്ന് പറയുന്നു, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. NCLT ഹാൻഡിൽ കേസ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയോട് ബന്ധപ്പെട്ട കേസിലാണ് NCLT കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ബി ആണല്ലേ. ആൻസറായിട്ട് വരുന്നത് എ ആണല്ലേ, എ അല്ലേ. അതായത് ഓൺലി 1 and 3 അല്ലേ, 1 and 3 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ. Then evaluate the correctness of the statement about the characteristics of a company. കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാനാണ്. നോക്കുക, എ കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനി മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടല്ലേ, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ദെൻ അടുത്ത് നോക്കുക, ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി ഇൻ എ കമ്പനി ഈസ് അൺലിമിറ്റഡ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണല്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ കമ്പനീസ് ഹാവ് പെർപെച്വൽ സക്സഷൻ. കമ്പനിക്ക് പെർപെച്വൽ സക്സഷൻ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ബി ആണല്ലേ. ആൻസറായിട്ട് വരുന്നത് ബി ആണ്, ഓൺലി 1 and 3 അതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ദെൻ അസേർഷൻ റീസൺ ആണ് നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ, എ 1-person കമ്പനി ഓട്ടോമാറ്റിക്കലി കൺവേർട്സ് ഇൻ ടു പ്രൈവറ്റ് കമ്പനി ഇഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എക്സീഡ്സ് 50 lakhs.
ഒരു കമ്പനിയുടെ 1/1 കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അല്ലേ. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ദെൻ അടുത്തത് നോക്കുക. ബോത്ത് 1/1 കമ്പനി ഹാവ് റെസ്ട്രിക്ഷൻ ഓൺ ദി എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ടു മെയിൻറ്റെയിൻ ദെയർ സ്മോൾ സ്കെയിൽ സ്റ്റാറ്റസ്. അതായത് അതിൻ്റെ ഒരു സ്മോൾ സ്കെയിൽ സ്റ്റാറ്റസ് 1/1 കമ്പനി ആയിട്ട് അത് നിലനിൽക്കണമെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ എമൗണ്ടിൽ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലേ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻ അല്ലേ. അപ്പോൾ അത് ബോത്ത് അസർഷൻ എ ആൻഡ് ആർ ആർ ട്രൂ എന്നുള്ളതാണല്ലേ. അതിൻ്റെ ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എ അല്ലേ. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ്. അടുത്ത നോക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ 6 അല്ലേ. എ സെക്ഷൻ 8 കമ്പനി ക്യാൻ കൺവേർട്ട് ഇറ്റ് സെൽഫ് ഇൻ ടു എനി അതർ കൈൻഡ് ഓഫ് കമ്പനി. ഒരു സെക്ഷൻ 8 കമ്പനിക്ക് മറ്റൊരു കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അങ്ങനെ ഏത് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 8 കമ്പനീസ് ഓപ്പറേറ്റ് ഓൺ എ നോൺ പ്രോഫിറ്റ് ബേസിസ്. ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ബേസിസിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണല്ലേ. ഇപ്പോൾ സ്പോർട്സ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് സെക്ഷൻ 8 കമ്പനീസിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതോടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇവിടെ റീസൺ ഇവിടെ കറക്റ്റ് ആണല്ലേ. ഇപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? അസർഷൻ എ ഇസ് ഫോൾസ് ബട്ട് റീസൺ ആർ ഇസ് ട്രൂ അല്ലേ. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റാണ്. ദെൻ ഇവാലുവേറ്റ് ദ കറക്റ്റ്നസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇപ്പോൾ LLP-യുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. LLPs പ്രൊവൈഡ് ലിമിറ്റഡ് ലയബിലിറ്റി ടു ദ പാർട്ണേഴ്സ്. പാർട്ണേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് LLP പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ ആദ്യം കണ്ടതാണല്ലേ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. LLP മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 5 പാർട്ണേഴ്സ്. അറ്റ്ലീസ്റ്റ് 5 പാർട്ണേഴ്സ് വേണമെന്നുള്ള നിബന്ധന അവിടെ ഇല്ല അല്ലേ. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. LLPs ആർ ഗവേൺഡ് ബൈ ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 2008. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരമാണ് LLP നിയന്ത്രിക്കപ്പെടുന്നത് അല്ലേ. അതും കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് വരുന്നത് അല്ലേ. ഓൺലി 1 and 2 എന്നുള്ളതാണ്. Then assertion A നോക്കുക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്. അപ്പോൾ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡുകൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ശരിയാണ്. ദ പ്രൊഹിബിഷൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ക്ലോസ്ലി ഹെൽഡ് നേച്ചർ ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ടു എൻഷുർ ദാറ്റ് ഷെയർസ് ആർ എമംഗ് ഹെൽഡ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ തന്നെ അതിൻ്റെ നിയന്ത്രണം നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത് അല്ലേ. അതും കറക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ഫോർ ദി ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻറ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ് ശരിയാണ്. അഡ്വൈസിങ് ദ ബോർഡ് ഓഫ് ലീഗൽ മാറ്റേഴ്സ്. ലീഗൽ മാറ്റേഴ്സിൽ അവരെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത് ശരിയാണ്. ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അത് ഷെയറുകളും ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോഴും കമ്പനി സെക്രട്ടറിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലേ. ദെൻ ആക്ടിങ് ആസ് കസ്റ്റോഡിയൻ ഓഫ് കമ്പനീസ് അസറ്റ്. കമ്പനിയുടെ അസറ്റ് എൻ്റെ കസ്റ്റോഡിയൻ അത് കമ്പനി സെക്രട്ടറി അല്ല. അപ്പോൾ ആദ്യത്തെ A, B and C കറക്റ്റ് ആണല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് എ ആണല്ലേ. ദെൻ അടുത്ത നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇക്വിറ്റി ഷെയർസ് ആർ കറക്റ്റ്. ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കറക്റ്റ് വരുന്നത് നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ശരിയാണ്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ബി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഫിക്സഡ് ഡിവിഡൻഡ്. ഫിക്സഡ് ഡിവിഡൻഡ് അവർക്ക് കിട്ടണമെന്നില്ല അല്ലേ. ഫിക്സഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല, ലാഭത്തിനനുസരിച്ചാണ് വേണമെങ്കിലാണ് കിട്ടുന്നത്. ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി റെഡീംഡ് ബൈ ദ കമ്പനി. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് റെഡീം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇക്വിറ്റി ഷെയറുകൾ കമ്പനിയുടെ റെഡീം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ബൈബാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, പക്ഷേ ഒത്തിരിയേറെ നിയന്ത്രണങ്ങളുണ്ട്. നോർമലി കമ്പനിയുടെ ഷെയറുകൾ കമ്പനി തിരികെ വാങ്ങിക്കുന്നതല്ല. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ റെസിജ്വൽ ക്ലെയിം ഓൺ ദി കമ്പനീസ് അസറ്റ്സ് ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ. അപ്പോൾ ലിക്വിഡേഷൻ്റെ സമയത്ത് ബാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവശേഷിക്കുന്ന എന്താണോ റെസിജ്വൽ ക്ലെയിം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ അല്ലേ. കമ്പനി അടച്ചുപൂട്ടുമ്പോൾ കമ്പനിയുടെ അസറ്റുകൾ വിറ്റ് കടബാധ്യതകൾ തീർത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ലഭിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ ഇവിടെ എയും ഡിയും ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ബി, എ ആൻഡ് ഡി ആണ്. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ്സ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലോന്ത്രപ്പിക് ആക്ടിവിറ്റി, മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യ സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. CSR ആക്ടിവിറ്റി, സൊസൈറ്റിക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലീഗൽ കംപ്ലയിൻസ്. അപ്പോൾ ലീഗൽ കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു ഇത്ര ആളുകൾ ഇത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൂടുതലുള്ള കമ്പനി, ലാഭം കിട്ടുന്ന കമ്പനികളൊക്കെ എന്ത് ചെയ്യണം, CSR ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടതാണല്ലേ. സ്ട്രാറ്റജിക് ബിസിനസ് ഡിസിഷൻ, ഓൾ ഓഫ് ദീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സ്ട്രാറ്റജിക് ബിസിനസ് ഡിസിഷൻ എന്നുള്ള കാര്യം ഇവിടെ ബാധകമല്ല അല്ലേ. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എ ആൻഡ് ബി ആണല്ലേ. എ ആൻഡ് ബി ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് കറക്റ്റായിട്ട് വരിക. ദെൻ ഫോർ എ റെസൊല്യൂഷൻ ടു ബി കൺസിഡർഡ് ആസ് സ്പെഷ്യൽ, ഒരു റെസൊല്യൂഷനെ സ്പെഷ്യൽ റെസൊല്യൂഷനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് കണ്ടീഷൻസ് മസ്റ്റ് ബി മെറ്റ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്രത്യേക പ്രമേയം പാസ്സാവണമെങ്കിൽ താഴെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നോക്കാം.
ഇറ്റ് മസ്റ്റ് ബി പാസ്ഡ് ബൈ എ മജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 3/4 മെമ്പേഴ്സ് ഓഫ് വോട്ടിംഗ്. അതായത് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 4/3 അംഗങ്ങളെങ്കിലും വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകുള്ളൂ അല്ലേ. then അടുത്ത് നോക്കുക, എ നോട്ടീസ് സ്പെസിഫൈയിങ് ആൻ ഇന്റൻഷൻ ടു പ്രപ്പോസ് റെസൊല്യൂഷൻ ആസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ബി ഡ്യൂലി ഗിവൺ. ഇതൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട മീറ്റിംഗ് ആണെന്നുള്ളത് ആ ഒരു നോട്ടീസ് നേരത്തെ തന്നെ കൊടുക്കേണ്ടതാണ് അല്ലേ, അത് കറക്റ്റാണ്. then the resolution must be passed on എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിന് വേണം ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം നിർബന്ധമില്ല, അത് ഓർഡിനറി ജനറൽ മീറ്റിംഗിനാണെങ്കിൽ മതി. ദ റെസൊല്യൂഷൻ മസ്റ്റ് ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അത് 30 ദിവസങ്ങളിൽ കമ്പനി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ, അത് കറക്റ്റാണ്. അപ്പോൾ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് ഡി ആൻസർ ആയിട്ട് വരും. ഡി എന്ന് പറയുമ്പോൾ എ, ബി ആൻഡ് ഡി എന്നുള്ളത് അല്ലേ, ഈ 3 കാര്യങ്ങളാണ് ശരിയായിട്ട് വരിക. വാട്ട് ഈസ് ദി കീ കോമ്പോണൻസ് ഓഫ് ദാറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി മിനിറ്റ്സ് ഓഫ് എ കമ്പനി മീറ്റിംഗ് ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013. കമ്പനി മീറ്റിംഗ് മിനിറ്റ്സിൽ, കമ്പനിയുടെ മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മീറ്റിംഗ് നടന്നതിന് ശേഷം, ഇപ്പോൾ മിനിറ്റ്സ് എന്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, മീറ്റിംഗോട് ബന്ധപ്പെട്ട ടേംസ് എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മിനിറ്റ്സ് എന്ന് വെച്ചാൽ കമ്പനിയുടെ മീറ്റിംഗ് നടന്നതിന് ശേഷം ആ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തതെന്നുള്ളത്, ആ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു കുറിപ്പിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോക്സി, അജണ്ട, കോറം, മിനിറ്റ്സ് അത്തരം ടേംസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ മിനിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഡീറ്റെയിൽസ് ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ്, എത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കണം. ദെൻ റെസൊല്യൂഷൻ പാസ്ഡ്, റെസൊല്യൂഷൻ പാസ്സായതിൻ്റെ അത്രയും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കണം. സമ്മറി ഓഫ് ദി ഡിസ്കഷൻ ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്കഷൻ നടത്തിയെന്നുള്ളത് പറഞ്ഞിരിക്കണം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ എ സി ബി അല്ലേ, ബി ആണ് ആദ്യം വരേണ്ടത്, കുഴപ്പമില്ല, എ ബി സി, അപ്പോൾ 3 വരുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത് അല്ലേ. പിന്നെ 14 നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ എൻഹാൻസ് ദി കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല രീതിയിലുള്ള ഭരണ നിർവഹണം കൂട്ടുന്നതിന് താഴെ പറയുന്ന ഏതൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോർപ്പറേറ്റ് ഗവേണൻസ് നന്നാക്കുന്നതിന് വേണ്ടി തന്നെയാണ് 2013 ആക്ടിൽ രൂപം കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇംപ്ലിമെൻറ്റിംഗ് എ വിസിൽ ബ്ലോവർ പോളിസി നടപ്പിലാക്കുക. വിസിൽ ബ്ലോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. വിസിൽ ബ്ലോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ എന്തെങ്കിലും അനീതി അല്ലെങ്കിൽ ഏതെങ്കിലും കറപ്ഷനൊക്കെ നടക്കുമ്പോൾ കമ്പനിക്ക് അകത്ത് തന്നെ ആളുകൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിസിൽ ബ്ലോവർ പോളിസി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ദെൻ ഇൻക്രീസിങ് എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ, എക്സിക്യൂട്ടീവ്സിൻ്റെ കോമ്പൻസേഷൻ കൂട്ടുക എന്നുള്ളത് തെറ്റാണ്. കണ്ടക്ടിങ് റെഗുലർ ഓഡിറ്റുകൾ കൃത്യമായിട്ട് നടത്തുക, അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇത് ശരിയാണ്, എയും ശരിയാണ് കേട്ടോ. അപ്പോൾ എ, ബി, സി എല്ലാം ശരിയാണ്. എ, ബി, ഡി ആണ് അല്ലേ, സി തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. എ, ബി ആൻഡ് ഡി മാത്രമാണ് ശരി. ദെൻ അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 വിച്ച് ക്രൈറ്റീരിയ മേക്ക് എ കമ്പനി എലിജിബിൾ ഫോർ മാൻഡേറ്ററി CSR സ്പെൻഡിങ്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായിട്ട് എമൗണ്ട് ചിലവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കമ്പനിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആ ഒരു എമൗണ്ടുകളും കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഹാവിങ് എ ടേൺ ഓവർ ഓഫ് 1000 crore or more അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞതനുസരിച്ച് നമുക്ക് 1000 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ എന്ന് വെച്ചാൽ ടോട്ടൽ സെയിൽസ് ആണ്. വിറ്റുവരവ് ഉണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം, CSR ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എമൗണ്ട് ചിലവാക്കേണ്ടതുണ്ടല്ലേ. then 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റെപ്സ് മസ്റ്റ് ബി എ കമ്പനി ടേക്ക് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് CSR റിക്വയർമെൻറ്റ് ആൻഡ് ദി കമ്പനീസ് ആക്ട്. താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റെപ്പാണ് എടുക്കേണ്ടത് CSR റിക്വയർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള രീതി നോക്കുക. നമുക്കിവിടെ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2% ഓഫ് ദി ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഓൺ CSR ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 1000 ടേൺ ഓവറിൽ കൂടുതൽ അതിന് വരുമാനം ലഭിക്കുകയാണെങ്കിൽ CSR സ്പെൻഡിങ് നടത്തുന്നത് പറഞ്ഞു. അപ്പോൾ ഇതോടെ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് എത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അവിടെ കഴിഞ്ഞ 3 വർഷത്തെ കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 2% ആണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട്, അതായത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ട ഒരു തുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. then 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോവിങ് മെത്തേഡ്സ് ഇൻവോൾവ് കൗണ്ടിങ് റൈസ്ഡ് ഹാൻഡ്സ് ടു ഡിറ്റർമൈൻ വോട്ടിംഗ് തീരുമാനിക്കുന്നതിന് കൈ പൊക്കുന്ന തരത്തിലുള്ള വോട്ടിംഗ് രീതി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഈ ഓപ്ഷൻ തന്നെ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഷോ ഓഫ് ഹാൻഡ്സ് ആണ് അല്ലേ, ഷോ ഓഫ് ഹാൻഡ്സ് ആണ് കൈപൊക്കുന്നത്. ബാക്കി എല്ലാത്തിനും കൈപൊക്കിക്കൊണ്ടുള്ളതല്ല. പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതിനാണ്. ഈ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് വോട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. വെർച്വൽ മീറ്റിംഗ് കൂടി വോട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതാൽ നമുക്ക് ഷോ ഓഫ് ഹാൻഡ്സ് ആണ് പ്രധാനമായിട്ട് ഉത്തരമായിട്ട് വരിക. ഇനി പോൾ വോട്ടിംഗ് റൈറ്റ്സ് ആർ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ പോൾ വോട്ടിങ്ങിനാണെങ്കിൽ എങ്ങനെയാണ് വോട്ടിംഗ് റൈറ്റ്സിൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത്.
അതായത് വോട്ടിംഗ് റൈറ്റ്സ് ഒരാൾക്ക് എത്ര വോട്ട് അല്ലെങ്കിൽ എത്ര ഷെയറിന് എത്ര വോട്ട്, ആ രീതിയിലുള്ള വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിങ്സ്, അതായത് ഒരു വോട്ടറുടെ ഷെയർ ഹോൾഡിങ്സ് എത്ര ഷെയർ ഉണ്ടോ അതനുസരിച്ചാണ് വോട്ടിംഗ് റൈറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡിങ്സ് ഇൻ എ കമ്പനി അതനുസരിച്ചാണ് വോട്ട് വരുന്നത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ അസേർഷൻ റീസൺ ആണ് വെർച്വൽ മീറ്റിംഗ്സ് അലോ പാർട്ടിസിപ്പൻസ് ടു വോട്ട് റിമോട്ടലി വിത്തൗട്ട് അറ്റൻഡിങ് ദ മീറ്റിംഗ് ഫിസിക്കലി. വെർച്വൽ മീറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ അറ്റൻഡൻസ് ഇല്ലാതെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് വെർച്വൽ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ദ കമ്പനീസ് ഓഫ് 2013 മാൻഡേറ്റ്സ് എവറി കമ്പനി ടു അഡോപ്റ്റ് വെർച്വൽ മീറ്റിംഗ് ഫോർ ഓൾ റെസൊല്യൂഷൻസ്. എല്ലാ റെസൊല്യൂഷൻസിനും വെർച്വൽ മീറ്റിംഗ് കൂടേണ്ടതാണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നുള്ളത് 2013 കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ എ മാത്രമാണ് ശരി, ആർ ഇസ് ഫോൾസ് അല്ലേ. അപ്പോൾ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ് എന്നുള്ള സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. Then a resolution passed through remote e-voting is valid even if members do not attend the general meeting. A resolution passed through remote e-voting. Remote e-voting എപ്പോഴാണ് റെസൊല്യൂഷൻ, അതിലായിട്ട് റെസൊല്യൂഷൻ പാസ്സാകുന്ന എപ്പോഴാണ്, ഇവൻ ഈ മെമ്പേഴ്സ് ഡു നോട്ട് അറ്റൻഡ് ദ ജനറൽ മീറ്റിംഗ്. അതായത് ജനറൽ മീറ്റിങ്ങിൽ ഡു നോട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും റിമോട്ട് മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ റിമോട്ട് ഇ വോട്ടിങ്ങിലൂടെ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി സാധിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് ശരിയാണ്. റിമോട്ട് ഈ മീറ്റിങ്ങിലൂടെ നമുക്ക് വോട്ടിംഗ് നടത്താം റിമോട്ട് ഇ വോട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട്. ദെൻ ഇ വോട്ടിംഗ് എൻഷ്യൂർ ദാറ്റ് മെമ്പേഴ്സ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു കാസ്റ്റ് ദെയർ വോട്ട് ബിഫോർ ദ മീറ്റിംഗ്. അപ്പോൾ ഈ വോട്ടിംഗ് നടത്തുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ അവർക്ക് ഇലക്ട്രോണിക്കായിട്ട് വോട്ട് ചെയ്യാം, മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ. മീറ്റിംഗിൽ പങ്കെടുക്കണം നിർബന്ധമില്ല, മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്നത്. അവർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്യാം, പിന്നീട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ലെന്നുള്ളൂ ഈ വോട്ടിംഗ് നടത്തിയവരാണെങ്കിൽ അല്ലേ. അപ്പോൾ അത് എ ആണ് ആൻസർ വരുന്നത് അല്ലേ. എ ആണ് ആൻസർ വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ. ദെൻ അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദ ഫോളോവിങ് മെത്തേഡ്സ് ഓഫ് വോട്ടിംഗ് റൈറ്റ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഷോ ഓഫ് ഹാൻഡ്സ് അത് നമുക്ക് പേര് കണ്ടാൽ അറിയാം, റേസിംഗ് ഹാൻഡ്സ് ഫോർ ഡിസിഷനാണ്. പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ കൊണ്ട് ഇ വോട്ടിംഗ് ഉണ്ടല്ലേ. ഇ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതാണ് അല്ലേ. പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് ബേസ്ഡ് ഓൺ ഷെയർ ഹോൾഡിങ്സ്, ഇതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്, 21 ബി ആണ് ആൻസർ വരുന്നത് അല്ലേ, ബി. ദെൻ മാച്ച് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇ വോട്ടിംഗ് വിത്ത് ദ റൂൾസ്. ഇ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുമായിട്ട് ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഇവിടെ റിമോട്ട് ഇ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിമോട്ട് ഇ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുവദിച്ചിരിക്കുന്നത് ഏതാണ്, ഇ വോട്ടിംഗ് മറ്റു ബാക്കിയുള്ളവരെ നോക്കുക. വെർച്വൽ മീറ്റിംഗ് മിനിറ്റ്സ് കൊണ്ട് ഇ വോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലേ. ഇത്തരം കാര്യങ്ങളുണ്ട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന റിമോട്ട് ഇ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട്സ് കൗണ്ടഡ് ബിഫോർ ഇൻ പേഴ്സൺ അല്ലേ. അതായത് വോട്ട്സ് കൗണ്ടഡ് ബിഫോർ ഇൻ പേഴ്സൺ വോട്ട്സ് എന്ന് വെച്ചാൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യുന്നു അല്ലേ. അതാണ് ആദ്യം കൗണ്ട് ചെയ്യപ്പെടുന്നത് ഈ വോട്ടിങ്ങിൽ. ഈ വോട്ടിംഗ് അത് ആളുകൾ പങ്കെടുക്കുന്നതിന് മുമ്പ്, അത് യഥാർത്ഥ മീറ്റിങ്ങിന് മുമ്പുള്ള വോട്ടിംഗ് ആണല്ലേ. അപ്പോൾ അത് റിമോട്ട് ഇ വോട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കുലേറ്റഡ്, അതായത് വെർച്വൽ മീറ്റിംഗ് മിനിറ്റ്സിൻ്റെ അത് നമ്മൾ സർക്കുലേറ്റ് വിത്തിൻ 15 days അല്ലേ. ആ മിനിറ്റ്സ് നമ്മൾ 15 ദിവസത്തിനുള്ളിൽ തന്നെ അത് സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്, മെമ്പേഴ്സിന് സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഈ വോട്ടിംഗ് പ്ലാറ്റ്ഫോം അലോ ചെയ്തിരിക്കുന്നത് NFDL ആൻഡ് CDSലാണല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നേരെ തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ആൻസറായിട്ട് വരും, ഓപ്ഷൻ എ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമുക്ക് കഴിഞ്ഞ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഓൾ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ വെർച്വൽ മീറ്റിംഗ് ആർ വാലിഡ്. വെർച്വൽ മീറ്റിങ്ങിൽ പാസ്സാക്കുന്ന എല്ലാ റെസൊല്യൂഷനും വാലിഡ് ആണെന്നുള്ളതാണ് അല്ലേ. സം വെർച്വൽ മീറ്റിംഗ്സ് ആർ ഹൈബ്രിഡ് മീറ്റിംഗ്, ചില വെർച്വൽ മീറ്റിംഗിൽ ഹൈബ്രിഡ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ഓൾ ഹൈബ്രിഡ് മീറ്റിംഗ്സ് അലോ ഫിസിക്കൽ ആൻഡ് വെർച്വൽ അറ്റൻഡൻസ്. ഫിസിക്കൽ അറ്റൻഡൻസും ഒപ്പം തന്നെ വെർച്വലായിട്ട് ദൂരെ നിന്ന് പങ്കെടുക്കുന്ന രീതിയിലുള്ള അറ്റൻഡൻസും രണ്ടും മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് താഴെ പറയുന്ന കൺക്ലൂഷൻ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓൾ ഹൈബ്രിഡ് മീറ്റിംഗ്സ് ആർ വെർച്വൽ മീറ്റിംഗ്. ഓൾ ഹൈബ്രിഡ് മീറ്റിംഗ്സ് ആർ വെർച്വൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. എല്ലാ ഹൈബ്രിഡ് മീറ്റിങ്ങും വെർച്വൽ മീറ്റിംഗ് അല്ല. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലേ. സം റെസൊല്യൂഷൻസ് ആർ പാസ്ഡ് ഇൻ ഹൈബ്രിഡ് മീറ്റിംഗ്. ഹൈബ്രിഡ് മീറ്റിംഗ്സിലും റെസൊല്യൂഷൻ കുറച്ച് പാസ്സാക്കപ്പെടുന്നുണ്ടല്ലേ. ചില റെസൊല്യൂഷൻസ് ഹൈബ്രിഡ് മീറ്റിങ്ങിലൂടെ പാസ്സാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 2 മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് എത്രയാണ്, 2 മാത്രം ഫോളോ ചെയ്യുന്നുള്ള ആൻസർ വരെ നോക്കുക. ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ദെൻ അതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻ ആണ്, ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇലക്ട്രോണിക്കലി. ഷെയർ ഹോൾഡേഴ്സിന് ഇലക്ട്രോണിക്കായിട്ട് വോട്ട് ചെയ്യാനുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ് അല്ലേ. സം കമ്പനീസ് ഡു നോട്ട് ഓഫർ ഇ വോട്ടിങ്. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് താഴെ പറയുന്ന കൺക്ലൂഷൻ ശരിയാണെന്നുള്ളതാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബേസിൽ താഴെ പറയുന്ന കൺക്ലൂഷൻ ശരിയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മിക്കവാറും നിങ്ങൾക്ക് തന്നിരിക്കുന്ന
ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയായിരിക്കും. സം കമ്പനീസ് ഡോ നോട്ട് ഓഫർ ഇ വോട്ടിംഗ്. ചില കമ്പനികൾ ഈ വോട്ടിംഗ് ഓഫർ ചെയ്യുന്നില്ല. ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് പ്രൊവൈഡ് ഇ വോട്ടിംഗ്. ലിസ്റ്റഡ് കമ്പനീസ് ഉറപ്പായിട്ടും ഈ വോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന കൺക്ലൂഷൻ ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം കമ്പനീസ് ഓഫർ വോട്ടിംഗ് ഓൺലി ത്രൂ ഫിസിക്കൽ പ്രസൻസ്. ചില കമ്പനികൾ ഫിസിക്കൽ വോട്ടിംഗ് മാത്രമാണ് അനുവദിക്കുന്നത്. ശരിയാണ്. ലിസ്റ്റഡ് കമ്പനീസ് ഓൾവേസ് ഓഫർ ഇ വോട്ടിംഗ് അല്ലേ. ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ ഈ വോട്ടിങ്ങും ഓഫർ ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ ലിസ്റ്റഡ് വോട്ടിംഗ് മസ്റ്റ് പ്രൊവൈഡ് ഇ വോട്ടിംഗ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഉറപ്പായിട്ട് ഈ വോട്ടിംഗ് ഓഫർ ചെയ്യേണ്ടതാണെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ സം കമ്പനീസ് ഡു നോട്ട് ഓഫർ ഇ വോട്ടിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സം കമ്പനീസ് ഓഫർ വോട്ടിംഗ് ഓൺലി ത്രൂ ഫിസിക്കൽ പ്രസൻസ് അല്ലേ. അതും ശരിയാണല്ലേ. അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ഈ രണ്ടും ശരിയാണല്ലേ. നമുക്ക് 24 വരുന്ന ആൻസർ സി ആണല്ലേ. ബോത്ത് 1 and 2 are follows. Then which of the following agencies provide platform or e-voting? E-votingനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് NFDLും CDSലും കൂടിയാണല്ലേ. അപ്പോൾ സി ആണ് ആൻസർ വരിക. Then which statement is true regarding minutes of virtual meeting? വിർച്വൽ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, they must be filed within 3 days. അങ്ങനെ നിർബന്ധമില്ല. They are recorded only for board meetings. ബോർഡ് മീറ്റിംഗ്സിന് മാത്രമാണ് വെർച്വൽ മീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. They must disclose participants who join virtually. എത്ര പേരാണ് വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തെന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടതാണ് അല്ലേ. കറക്റ്റാണ്. ദേ കൻ ഓൾ ബി സർക്കുലേറ്റഡ് ഫിസിക്കലി. അത് തെറ്റാണ്. അപ്പം മൂന്നാമത്താണ് കറക്റ്റായിട്ട് വരിക. ദെൻ ലാസ്റ്റ്, ഓൾ വെർച്വൽ മീറ്റിംഗ് ഇൻവോൾവ് ഇലക്ട്രോണിക് മീൻസ് ഫോർ പാർട്ടിസിപ്പേഷൻ. സം ബോർഡ് മീറ്റിംഗ് മസ്റ്റ് ഹാവ് ഫിസിക്കൽ കോറം ഇവൻ ഇഫ് ഇറ്റ് കണ്ടക്ട്സ് വെർച്വലി. അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ് അല്ലേ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2 and ട്രൂ അല്ലേ. കറക്റ്റ് ആണെന്നുള്ളത് ആൻസർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.